എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 20 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ തുക വിതരണം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക വിതരണം നടന്ന് പല ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തി. പക്ഷെ ചില അക്കൗണ്ടുകളിലേക്ക് പിന്നീട് അവധി ദിവസമായതുകൊണ്ട് തന്നെ തുക എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസം 2000 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണകളായിട്ട് മുടങ്ങിയിട്ടുള്ള ആളുകൾക്കും ഈ മാസം ക്രെഡിറ്റ് ആയത് കാണിക്കുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായി സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ട്, അതായത് ഒരു കുടുംബത്തിലെ 2 പേർ PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് അധികൃതർക്ക് തോന്നിയാൽ ആ അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കുകയും പിന്നീട് ആ വിവരം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും അക്കൗണ്ട് ആക്റ്റീവാക്കി അവരുടെ അക്കൗണ്ടിലേക്ക് വീണ്ടും കിസാൻ സമ്മാൻ നിധി തുക വിതരണം നടത്തുന്നുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവ് കിട്ടി. ഇന്ന് അക്കൗണ്ടിലേക്ക്, അതായത് കഴിഞ്ഞ 2 തവണ മുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഇന്ന് തുക കയറിയിട്ടുണ്ട്, ഇന്നലെ തുക കയറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകൾക്കും തുക എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ട് അറിയിക്കാനുള്ളത്. അങ്ങനെ കിട്ടിയിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും കിട്ടാത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് തുക എത്തിച്ചേരുന്നതാണ്. ഒരാഴ്ച വരെ ഇങ്ങനെ വൈകി കയറാറുണ്ട്, മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് ഇനിയും ചേരാത്ത പല ആളുകളും ഉണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. 5 സെന്റ് സ്ഥലമെങ്കിലും 2019 മുമ്പ് ഉണ്ട് എന്നുള്ള ആളുകളെല്ലാം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 5 സെന്റ് സ്ഥലമാണ് ഇതിന് വേണ്ടത്. ഇതിന് ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുന്നത്, അതായത് ഇതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയില്ലാത്തവർ, ആദായ നികുതി അടക്കുന്നവർ, പ്രൊഫഷണൽ ജോലിക്കാർ, സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ, ഇങ്ങനെയുള്ള ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല, അവർക്ക് യോഗ്യതയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരു റേഷൻ കാർഡിലെ ഒരു അംഗത്തിന് മാത്രമാണ്, ഒന്നിൽ കൂടുതൽ സ്ഥലം വ്യത്യസ്ത ആളുകൾക്കുണ്ട് എങ്കിൽ പോലും ഒരു റേഷൻ കാർഡിലെ ഒരാൾക്ക് മാത്രമാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. മറ്റൊന്ന് ക്ഷേമ പെൻഷൻ അറിയിപ്പാണ്. ക്ഷേമ പെൻഷൻ ജൂൺ 25 കൂടിയിട്ടുണ്ടാകും. ജൂൺ 23 തീയതി ചൊവ്വാഴ്ച കടമെടുപ്പുണ്ട്. ഈ മാസത്തെ കടമെടുപ്പിന് ശേഷം തുക ബുധനാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള വിതരണം ഉണ്ടാകും. അല്ലെങ്കിൽ തൊട്ടടുത്ത 26 തീയതി മുഹറം പൊതു അവധിയാണ്, അതിനുശേഷമുള്ള ദിവസവും ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 25 കൂടി നമുക്ക് ഈ ഒരു തുക പ്രതീക്ഷിക്കാവുന്നതാണ്. 26 തീയതി പൊതു അവധിക്ക് ശേഷമാണ് വീടുകളിൽ വിതരണം ആരംഭിക്കുക. അപ്പോൾ 27, 28 തീയതികളിലൊക്കെയായി വീടുകളിലും പെൻഷൻ വിതരണം ആരംഭിക്കും. ജൂലൈ 5 കൂടി ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് വിതരണം ഉണ്ടാകുക. ജൂൺ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഇനി 10 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ റേഷൻ കടയിലെത്തി ജൂൺ മാസത്തെ റേഷൻ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ മണ്ണെണ്ണ വാങ്ങാനും ഈ ഒരു 10 ദിവസം മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ ഈ 3 മാസത്തെ മണ്ണെണ്ണയാണ്. അത് വാങ്ങിയിട്ടില്ല എങ്കിൽ നഷ്ടമാകുക. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ളവർക്ക് 1/2 ലിറ്ററുമാണ് വൈദ്യുതീകരിച്ച വീടിന് ലഭിക്കുന്നത്. വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ 6 ലിറ്ററാണ് ഈ ഒരു കാലയളവിൽ ലഭിക്കുക. അത് വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റേഷൻ കാർഡുള്ളവർക്ക് സപ്ലൈകോയിൽ നിരവധി ഓഫറുകളാണുള്ളത്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ലോകകപ്പ് ഓഫറുകളുമുണ്ട്. 11 രാജ്യങ്ങളുടെ ഇഷ്ട ടീമിൻ്റെ ഗോൾ അടിക്കുന്നതിനനുസരിച്ച് ഓരോ സാധനത്തിനും ഗോളിൻ്റെ എണ്ണത്തിനനുസരിച്ച് വിലയിൽ ശതമാന കുറവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. സബ്സിഡി ഇതര വെളിച്ചെണ്ണ 2 ലിറ്റർ വാങ്ങുകയാണ് എങ്കിൽ 9 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാര ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സബ്സിഡി സാധനങ്ങളെല്ലാം ഉണ്ട്. ജയ, മട്ട, കുറുവ അരികൾ 8 കിലോ 2 തവണയായിട്ട് വാങ്ങാം. 29 രൂപ നിരക്കിലാണ്, 33 രൂപ നിരക്കിലാണ് ലഭിക്കുക. പച്ചരിക്ക് 29 രൂപയുമാണ്. നമ്മുടെ രാജ്യത്ത് സെൻസസ് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലുള്ളവർക്ക് ജൂൺ 30 വരെ സ്വന്തം എന്യൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് പൂരിപ്പിക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു അവസരത്തിന് ഇനി 10 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അത് എല്ലാ ആളുകളും പൂർത്തീകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇല്ല എങ്കിൽ, ഇത് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട് എങ്കിൽ ജൂലൈ 1 മുതൽ 31 മുമ്പ് എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തും. ആ ഒരു സമയത്ത് വിവരങ്ങൾ നൽകിയാൽ മതി. പക്ഷേ
നമ്മൾ വീട്ടിൽ കൃത്യമായിട്ട് ഇത് വിവരം നൽകാൻ ആളില്ല എന്ന് തോന്നുന്ന ആ ഒരു അവസരത്തിലേക്ക് കുട്ടികൾ മാത്രമുള്ള സമയത്തൊക്കെ വരുന്ന എന്യൂമറേറ്റർമാർക്ക് സഹായകരമാകാൻ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് വളരെയധികം നന്നാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു. www.secensus.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സംസ്ഥാനവും പ്രദേശവും തിരഞ്ഞെടുത്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തുകൊണ്ടാണ് സ്വയം വിവരങ്ങൾ നൽകി നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി ആ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇനി കമൻറ്റിൽ ചോദിച്ചാലും അത് പ്രത്യേകം സെൻഡ് ചെയ്ത് തരുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്നിരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാൻ